ഉമിക്കിരി മുതൽ ഉമിക്കിരി വരെ. പണ്ട്, വളരെ പണ്ടൊന്നുമല്ല, ഒരു 30 വർഷം മുമ്പ് വരെ ഉമിക്കിരി കൊണ്ടായിരുന്നു മലയാളികൾ പലരും പല്ല് തേച്ചിരുന്നത്. നെല്ല് കുത്തുമ്പോൾ കിട്ടുന്ന ഉമി നീട്ടി അതിൽ ഉപ്പും ചേർത്ത് നല്ല പൊടിയാക്കി ഒരു പിടി പിടിച്ചാൽ പല്ല് നല്ല മുത്തുപോലെ തിളങ്ങുമായിരുന്നു. ദുർഗന്ധത്തെ ഇല്ലാതാക്കാൻ കാർബണിന് കഴിവുള്ളത് കൊണ്ട് വായുനാറ്റവും ഇല്ലാതാക്കുമായിരുന്നു നമ്മുടെ ഉമിക്കിരി. പിന്നീട് കുറെ കാലം ഉപ്പും ഗ്രാമ്പുവും ചേർത്ത് പൊടിച്ച ഉമിക്കിരി വിപണിയിലുണ്ടായിരുന്നു. ഉമിക്കിരി കൊണ്ട് പല്ല് തേച്ച ശേഷം മാവില കൊണ്ടൊന്ന് പോളിഷ് ചെയ്താൽ കയ്യിലിരിപ്പും നാക്കും കൂടി ശരിയാണെങ്കിൽ എത്ര വയസ്സായാലും പല്ലുകൾ നല്ല മുത്തുപോലെ തിളങ്ങി വായിൽ തന്നെ കാണുമായിരുന്നു. അപ്പോഴാണ് ടൂത്ത് പേസ്റ്റ് നിർമ്മാതാക്കൾ ഈ വിപണിയുടെ സാധ്യത മനസ്സിലാക്കിയത്. കോൾഗേറ്റ്, സിബാക്ക, ബിനാക്ക, ഫോർ ഹാൻഡ്സ്, ക്ലോസപ്പ്, പെപ്സുഡൻ എന്നീ പല പേരുകളിലായി വിപണി പിടിക്കാൻ മത്സരം തുടങ്ങി. ഉമിക്കിരിയിട്ട് പല്ല് തേച്ചിരുന്നവരെ പേസ്റ്റിലേക്ക് കൊണ്ടുവരാനായി ടൂത്ത് പൗഡർ എന്നൊരു സാധനം അവർ പുറത്തിറക്കി. ഉമിക്കിരി പല്ലിൽ പാടുകൾ വീഴ്ത്തും, ഇനാമലിനെ നശിപ്പിക്കും, അത് പല്ലിന്റെ ഗ്ലാമർ കുറയ്ക്കും, നിങ്ങളെ പിന്നെ ആരും സിനിമയിൽ അഭിനയിക്കാൻ വിളിക്കാതാകും. ഇങ്ങനെ പോയി അവരുടെ പ്രചരണങ്ങൾ. എന്തായാലും ബ്രാൻഡഡ് ദന്തശുദ്ധീകരണ കമ്പനികൾ തന്നെ ഒടുവിൽ വിജയിച്ചു. ബ്രാൻഡഡ് പേസ്റ്റുകളുടെ പ്രളയത്തിൽ അൺബ്രാൻഡഡ് ആയ നമ്മുടെ പാവ ഉമിക്കിരി ഒലിച്ചുപോയി. ഉമിക്കിരി ഉണ്ടാക്കാനുള്ള പ്രയാസവും അത് സൂക്ഷിക്കാനും കൊണ്ടു നടക്കാനുമുള്ള ബുദ്ധിമുട്ടും പിന്നെ ബ്രാൻഡഡ് അംബാസഡർമാരും ആരും ഇല്ലാത്തതും ഉമിക്കിരിയുടെ സ്ഥാനഭ്രഷ്ടത്തിന് കാരണമായി. പല്ല് തേക്കുന്നവർ ടൂത്ത് പേസ്റ്റിലേക്കും അതോടൊപ്പം അതിഥിയായി വന്ന ടൂത്ത് ബ്രഷിലേക്കും ചേക്കേറി. പേസ്റ്റിലേക്ക് കൂടുമാറ്റം നടത്തിയെങ്കിലും മുൻപ് ഉമിക്കിരി ഉപയോഗിച്ചിരുന്നവർ അത്ര തൃപ്തരല്ലായിരുന്നു. പല്ലിലെ നിറം മാറ്റം കറിയിൽ മഞ്ഞൾ കൂടിയത് കൊണ്ടാണെന്നും ചായ, കാപ്പി എന്നിവയുടെ ഉപയോഗം കൊണ്ടാണെന്നും ഒക്കെ അവർ സ്വയം അങ്ങ് വിശ്വസിക്കാൻ ശ്രമിച്ചു. പല്ലിലെ ദ്വാരങ്ങൾ ഒരു ആഗോള പ്രതിഭാസമാണെന്നും മോണയിൽ ഉണ്ടാക്കുന്ന അസുഖങ്ങൾ അയൽക്കാരനും ഉണ്ടല്ലോ എന്നും ഒക്കെ കണ്ടെത്തി സന്തോഷിച്ചു. ടൂത്ത് പേസ്റ്റ് നിർമ്മാതാക്കളും വെറുതെ ഇരുന്നില്ല. തനിയെ തിരിയുന്ന തലയുള്ള ബ്രഷ്, സിക്സാഗ് രോമങ്ങളുള്ള ബ്രഷ്, കൈപ്പിടിയിൽ റബ്ബറുള്ള ബ്രഷ് ഒക്കെ നൽകി അവർ തങ്ങളുടെ ഉപഭോക്താക്കളുടെ ആ പഴയ ഉമിക്കിരി ചിരി മടക്കിക്കൊണ്ടുവരാൻ ശ്രമിച്ചു. ജെൽ ടൂത്ത് പേസ്റ്റ്, ഗ്രാമ്പു ചേർത്ത് ആയുർവേദ ടൂത്ത് പേസ്റ്റ് വിപണിയിലിറക്കി. ഇതിൽ ഏതാണ് നല്ലതെന്ന് ചോദിച്ചാൽ അതുണ്ടാക്കുന്ന കമ്പനികൾക്ക് തന്നെ ഉത്തരമുട്ടുന്ന അവസ്ഥയായി. അതിനു പകരം അവർ അടുത്തു വന്നാട്ടെ എന്നൊരു സുന്ദരി വിളിച്ച് ഉമ്മ കൊടുക്കുന്ന പരസ്യം വരെ കാണിച്ചു. പല്ല് തേക്കുന്നവർ 40 വയസ്സ് കഴിയുമ്പോൾ ദന്താശുപത്രിയിലെ സ്ഥിരം സന്ദർശകരായി. റൂട്ട് കനാലിംഗ് അവശ്യ സർവീസായി. മാസ ബഡ്ജറ്റിൽ ദന്താരോഗ്യ സംരക്ഷണത്തിന് സ്ഥിരമായി ഒരു തുക വകയിരുത്തേണ്ടി വന്നു. അപ്പോഴാണ് പേസ്റ്റ് കമ്പനിക്കാർ കണ്ടെത്തിയത്, ഈ നാശത്തിനെല്ലാം കാരണം നിങ്ങളുടെ ടൂത്ത് പേസ്റ്റിൽ ഉപ്പില്ലാത്തതാണ്. കാണാൻ കൊള്ളാവുന്ന ഒരു പെൺകൊച്ചു മയക്കും പിടിച്ച് ബെഡ്റൂം വരെ ചവിട്ടി തുറന്നു വന്ന് പേസ്റ്റിൽ ഉപ്പുണ്ടോ എന്ന് തിരക്കി തുടങ്ങി. കഞ്ഞിയിൽ പോലും ഉപ്പിടരുതെന്ന ഡോക്ടർ പറഞ്ഞിട്ടുള്ളത്. അപ്പോഴാ ടൂത്ത് പേസ്റ്റിൽ ഉപ്പ് എന്നൊരു അമ്മൂമ്മ മറുപടി കൊടുത്തതോടെ ആ കൊച്ചിനെ കാണാതായി. പല്ലുതേപ്പുകാരുടെ പ്രശ്നം വഷളായതേ ഉള്ളൂ. പല്ലിലെ പുളിപ്പ് കാരണം ചൂടുള്ളതോ തണുത്തതോ കഴിക്കാൻ പറ്റാതായി. അവർക്കായി കമ്പനികൾ മറുമരുന്ന് കണ്ടുപിടിച്ചു. അവരുടെ പല്ലുകളെല്ലാം ഞരമ്പ് രോഗികളാണെന്നും അവയ്ക്കായി പ്രത്യേക പേസ്റ്റ് വേണമെന്നും ഡോക്ടറുടെ കുപ്പായമിട്ട സുന്ദരിമാരായ മോഡലുകളെ കൊണ്ട് പറയിച്ചു. കുറെ പേർ അതും വാങ്ങി പരീക്ഷിച്ചു. പക്ഷെ അത് നിർത്തിയാൽ പുളിപ്പ് തിരികെ വരും. BDS എന്ന മെഡിക്കൽ ശാഖ MBBSനേക്കാൾ വലുതായി. ഇത്രയുമായപ്പോൾ ടൂത്ത് പേസ്റ്റ് കമ്പനികൾ ഇതിനെല്ലാം കാരണം കണ്ടുപിടിച്ചു. ബ്രഷിലും പേസ്റ്റിലും ആക്ടിവേറ്റഡ് കാർബൺ അഥവാ ചാർക്കോൾ ഇല്ലാത്തതാണ് കാരണം. ബ്രഷിന്റെ നാരിൽ കരി പുരട്ടി വിറ്റു. പേസ്റ്റിൽ ആക്ടിവേറ്റഡ് ചാർക്കോൾ അഥവാ കരി ഒരു അവശ്യ ഘടകമായി. ഇപ്പോഴിത് ആക്ടിവേറ്റഡ് ചാർക്കോൾ ടീത്ത് വൈറ്റനിങ് പൗഡർ ആണ് നമ്മുടെ താരം. എന്താണിത്? നമ്മുടെ പഴയ ഉമിക്കരിയുടെ മറ്റൊരു രൂപം. ഉമിക്ക് പകരം ചിരട്ടയാണെന്ന് മാത്രം. ആഗിരണ ശേഷി കൂട്ടാൻ പ്രതല വിസ്തീർണം കൂട്ടിയ കരി. ഓൺലൈനിൽ സംഭവമുണ്ട്. വില അല്പം കൂടുതലാ. 30 ഗ്രാമിന് 2500 രൂപ. ഇത് കണ്ട് ഞെട്ടി പഴയ ഉമിക്കരിയിലേക്ക് തിരികെ പോകാമെന്ന് വെച്ചാലോ? അതിന് ഉമി എവിടെ? നെല്ലെവിടെ? പാടം എവിടെ? പാടം നികത്തിയല്ലേ വീടും ഫ്ലാറ്റും വെച്ചത്. ഇനിയിപ്പോ 2500 രൂപയ്ക്ക് ആക്ടിവേറ്റഡ് ചാർക്കോൾ വാങ്ങി പല്ല് തേക്കാം. ഉമിക്കരിയാണെന്ന് ആരോടും പറയാതിരുന്നത് മതി. ഇത് എഴുതിയതാരാണെന്ന് അറിയില്ല. വാട്സപ്പിൽ വന്ന മെസ്സേജാണ്. എന്തായാലും അജ്ഞാത സുഹൃത്തിന് 1000 ഹൃദയം നിറഞ്ഞ നന്ദി.